നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉത്സാഹക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പ്രണയം. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ് ആണ്. അപ്പോൾ അതായത് അവർ നിങ്ങളെ കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു വാണ്ട് എനർജിയിലിരിക്കുകയാണ് അവർ. പിന്നെ സെക്കൻഡ് കാർഡ് പേജ് ഓഫ് വാൺസ്. എന്തൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് വേണ്ടി അവർ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ അടുത്തത് 10 ഓഫ് സോർട്സ് ആണ്. 10 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എൻഡാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു തുടക്കം അവരാഗ്രഹിക്കുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു പുതിയൊരു തുടക്കം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു പാനപാത്രം, ഒരു ഭൃത്യൻ ഇങ്ങനെ വെച്ച് നീട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി നീട്ടുകയാണിത്. അവരുടെ എല്ലാമായ നിങ്ങൾക്ക് വേണ്ടി സ്നേഹം പങ്കിടാനായിട്ട് അവർ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന 6 ഓഫ് കപ്സ് ആണ്. അതും ഒരു നല്ല പ്രണയത്തിനുള്ള സൂചനയാണ്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പഴയ പ്രണയിനി അല്ലെങ്കിൽ പ്രണയിതാവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് പാഷനൊക്കെ ആയിട്ട് നിറച്ച് വളരെ നിഷ്കളങ്കമായ ഒരു വ്യക്തിയാണ് കേട്ടോ അവർക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങളോട്. അവർക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ, നിങ്ങളൊരു താല്പര്യക്കുറവ്, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. കൂടുതൽ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നെങ്കിലും പിന്നെ അവർക്കൊരു മുന്നോട്ടുള്ള പോക്കിന് ഒരു വ്യക്തത കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് വളരെ ദുഃഖത്തോടെ പിൻവാങ്ങേണ്ടി വന്നു. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു കാണും ഇപ്പോൾ. എന്നാലും അവർ ഇപ്പോഴും അത് ഭയങ്കര ഊഷ്മളതയോടെ അവർ ഓർക്കുകയാണ് നിങ്ങളെയും നിങ്ങളുടെ പ്രണയത്തെയും കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിരിക്കുക. അവർ മിക്കവാറും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിരിക്കുക. എന്നാൽ അനുഭാവപൂർവ്വം അവരോട് അതിന് റെസ്പോണ്ട് ചെയ്യുക. എന്നിട്ട് വിജയകരമായിട്ട് നിങ്ങളുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, താങ്ക് യു.